നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പരിസ്ഥിതി പ്രവർത്തകർ നൊച്ചാട് അരിക്കുളം പഞ്ചായത്തിൽ മുതുകുന്ന് മലയിൽ സന്ദർശനം നടത്തി. മലയിടിക്കുന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് സന്ദർശനം നടത്തിയത്. നൊച്ചാട് അരിക്കുളം ഗ്രാമപഞ്ചായത്ത് അതിർത്തികളിലായി സ്ഥിതി ചെയ്യുന്ന മുതുകുന്നുമല പരിസ്ഥിതി പ്രവർത്തകർ സന്ദർശനം നടത്തി. തണൽ വേദി ജനറൽ സെക്രട്ടറി എസ് ഉണ്ണികൃഷ്ണൻ, ഗ്രീൻ മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി ടി വി രാജൻ, പ്രവർത്തകൻ മൊയ്തു കണ്ണങ്കോടൻ, ശ്രീധരൻ മാസ്റ്റർ എലത്തൂർ, BJP മേപ്പിയൂർ മണ്ഡലം പ്രസിഡന്റ് MK രൂപേഷ്, മണ്ഡലം സെക്രട്ടറി VM മോഹനൻ, BJP നൊച്ചാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് വാളൂർ, അരിക്കുളം പഞ്ചായത്ത് സെക്രട്ടറി MM ചന്ദ്രൻ, ജിനേഷ് AC, മണികണ്ഠൻ KK ഭാസ്കരൻ, VK ശങ്കരൻ, KK സത്യൻ, ദാമോദരൻ തേനക്കണ്ടി എന്നിവർ അനധികൃതമായി മണ്ണെടുക്കുന്ന സ്ഥലം സന്ദർശിച്ചു. ഒരു കാരണവശാലും ഇവിടെ നിന്നും മണ്ണെടുക്കാൻ അനുവദിക്കില്ലെന്നും നിയമപരമായും കോടതിയെ സമീപിക്കുമെന്നും സന്ദർശനത്തിന് ശേഷം പ്രവർത്തകർ പറഞ്ഞു. ഇത്രയും മണ്ണ് ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ ഈ മല ഒട്ടും ഇല്ലാത്തൊരവസ്ഥ വരും. മാത്രമല്ല ഇവിടെയുള്ള ഇന്നത്തെ വനനിബിഡമാണെന്ന് വേണം പറയാൻ. ഞങ്ങൾ ഈ ഭാഗം മുഴുവൻ കണ്ടു. അപ്പോൾ അത് അടിക്കാടുകളും കുറ്റിക്കാടുകളും വൻമരങ്ങളും നിറഞ്ഞ ഒരു പ്രദേശമാണ്. ഈ ഒരു മരം അതിൻ്റെ ശരീരഭാരത്തിൻ്റെ 95 ഇരട്ടി വെള്ളം സംഭരിക്കുന്നുണ്ട്. ഇവിടെ മരം ഇല്ലാതാവുന്നതോടുകൂടി ഈ മല വരണ്ടുണങ്ങും. ഇതിൽ നിന്നൊരു നീർച്ചാല് ഉത്ഭവിച്ചു പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ അടുത്തൊരു ക്ഷേത്രക്കുളമുണ്ട്. ഈ മല ഇല്ലാതാവുന്നതോടുകൂടി ഈ ക്ഷേത്രക്കുളത്തിലെ വെള്ളം ഇല്ലാതാവും. അതേപോലെ നീർച്ചാലും ഇല്ലാതാവും. അപ്പോൾ ഇത്തരത്തിൽ ഒരു നിർമ്മാണ പ്രവർത്തനം ഇവിടെ വരുന്നത് ഇവിടുത്തെ പരിസ്ഥിതിക്ക് വളരെ ദോഷം ചെയ്യും. ഈ മലയിൽ ഒരു തരി മണ്ണ് പോലും നീക്കം ചെയ്യാൻ പരിസ്ഥിതി പ്രവർത്തകർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഈ മുതുകുന്നുമല സംരക്ഷണ സമിതിയുടെ പ്രവർത്തകർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അനുവദിക്കാൻ പറ്റില്ല. അതിന് ഏത് രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണെങ്കിലും മണ്ണിടിച്ചുകൊണ്ട് മണ്ണ് മാറ്റിക്കൊണ്ട് കല്ല് എടുത്തു മാറ്റിക്കൊണ്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം ഈ മലയിൽ അനുവദിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അതിനെതിരായിട്ടുള്ള നിയമപരമായിട്ടും ജനകീയമായ സമരത്തിൻ്റെ പേരിലും ഞങ്ങൾ മുന്നോട്ട് നീങ്ങും. അധികാരത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പിൻബലത്തോടു കൂടി പച്ച പരവതാനിയെ ഈ മലനിരകളെ ഇടിച്ചു മാറ്റിക്കൊണ്ടുള്ള വികസനത്തിന് പരിസ്ഥിതി പ്രവർത്തകരാരും തടസ്സമല്ല. പക്ഷേ ആ പ്രദേശത്തിന് അനുയോജ്യമായ വികസനം, ആ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്ര ഘടനയെ നിലനിർത്തിക്കൊണ്ടുള്ള വികസനം, അതാണ് വിദേശ രാജ്യങ്ങൾ പോലും വൈദേശിക രാജ്യങ്ങൾ പോലും സ്വീകരിച്ചു വരുന്ന നയം. പക്ഷേ കേരളത്തിൽ 1990 മുതൽ പ്രകൃതിയുടെ നാശം കുറിച്ചുകൊണ്ടുള്ള വികസനമാണ്. മല ഇടിക്കുന്നതോടുകൂടി ഇവിടെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മളിപ്പോൾ ഇളക്കിയിട്ടിരിക്കുന്ന ഈ കൂറ്റൻ കല്ലുകൾ ശരിക്ക് ഭൂമിയെ താങ്ങി നിർത്തുന്ന കല്ലുകളാണ്. അപ്പോൾ ഇതിനിപ്പോൾ നല്ല മഴക്കാലത്ത് ഇതിൽ വെള്ളമിറങ്ങി പിന്നെ ഇതിൻ്റെ ഭൂമിയുടെ അടിയിൽ കൂടെ ഈ മണ്ണൊലിച്ച് അതിൻ്റെതായ സങ്കീർണതയോടുകൂടി പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ ഉരുൾപൊട്ടൽ വിദൂരമല്ല എന്ന് തന്നെ നമ്മൾ കാണേണ്ടി വരും. ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടി, ഈ മലയെ സംരക്ഷിക്കാൻ വേണ്ടി, ഈ മലയുടെ താഴ്വാരത്ത് താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, അവരെ വഞ്ചിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി പരിസ്ഥിതി പ്രവർത്തകരടക്കം നടത്തുന്ന ഈ ഒരു മുതുകുന്നുമല സംരക്ഷണ പ്രവർത്തനത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.